ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അടുത്ത നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തതയിലേക്ക് അടുക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ ഇതിനു മുൻപും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആണ് ഇന്ന് പറയാനുള്ളത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും, വിഷയങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും, വിഷയം ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ ശേഷം അദ്ദേഹം തന്നെ നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേര് നിർദ്ദേശിക്കുകയും അവരുടെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഒഫീഷ്യൽ നടപടിയാണ് ബാക്കിയുള്ളത്. ഒഫീഷ്യൽ നടപടി എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിൽ നിന്ന് ഔദ്യോഗികമായി നോമിനേഷൻ സ്വീകരിക്കുക എന്ന ഒരു നടപടിയാണ് ബാക്കിയുള്ളത്. അത് മിക്കവാറും വ്യാഴാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. എതിർ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹം പ്രചരണത്തിൽ ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ കമല ഹാരിസിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. ശക്തമായൊരു മത്സരം തന്നെയാണ് US കാഴ്ചവെക്കാൻ പോകുന്നത്. ഒബാമ സംസാരിച്ച അതേ കൺവെൻഷനിൽ തന്നെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസംഗവും വളരെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ലോകത്തിലെ തന്നെ പ്രധാന സോഷ്യൽ മീഡിയ ഹാൻഡിലായ ട്വിറ്റർ മേധാവി, ഇലക്ട്രിക് കാറുകളുടെ ടെസ്ലയുടെ മേധാവിയുമായ ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ വശത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ബഹിരാകാശ ടൂറിസം ബിസിനസ് രംഗത്ത് ഇലോൺ മസ്ക് ഈയിടെ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഏകദേശം 2.5 മാസം തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട്. ഇരു പാർട്ടികളും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാണെങ്കിലും പ്രഖ്യാപനങ്ങൾ ബാക്കിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കൺവെൻഷനുകൾ നാളെ സമാപിക്കുമ്പോൾ ആ പാർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഏതായാലും വരും ദിവസങ്ങളിൽ US തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ആവേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടുതൽ വ്യക്തത വരുന്നതിനനുസരിച്ച് അടുത്ത വീഡിയോയുമായി കാണാം. നിർത്തുന്നു. വീഡിയോ വീക്ഷിച്ച താങ്കൾക്ക് നന്ദി.